ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മാങ്ങക്കറിയുടെ ഒരു റെസിപ്പി കണ്ടാലോ? വായോ, നല്ലൊരു കറിയാണ്. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നമുക്ക് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ കറിയിലോട്ട് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ വേവിച്ചെടുക്കാം. നമ്മുടെ മാങ്ങ നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ഗ്ലാസോളം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അങ്ങനെ തന്നെ അരച്ച് ചേർക്കാം. അതല്ല, തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ മാങ്ങ വെള്ളത്തിൽ വേവിച്ചതിന് പകരമായിട്ട് നിങ്ങൾ 2ാം പാൽ ഉപയോഗിച്ച് വേവിക്കുക. അതിനുശേഷം 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങാപ്പാലും കൂടി ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വയ്ക്കുമ്പോൾ നിങ്ങൾ അധികം നേരം തിളപ്പിക്കരുത്. അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പിരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കറി തിളപ്പിച്ചതിന് ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറി ഒന്ന് താളിച്ചെടുക്കാനായിട്ടുണ്ട്. അതിന് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് 1 സ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.